നീ എത്തിയാ? അമ്മ അറിഞ്ഞില്ലല്ലോ. ഇതാ ചായ റെഡി, വന്ന് കഴിക്കുവാ. മനു, പപ്പ നാളെ എറണാകുളത്തുനിന്ന് വരുവേ. ഞാൻ പറഞ്ഞു കൊടുക്കുവേ ഇങ്ങനെ ഫോൺ കളിക്കുന്ന കാര്യം. ആരോട്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ഈശ്വര. എടാ, നീ എന്റെ ഡ്രസ് മാറിയിട്ടില്ലേ? അല്ല, ചായയും കുടിച്ചിട്ടില്ലേ? എനിക്ക് ഇത്ര നേരം ഫോണിൽ തന്നെ കളിക്കുന്ന അമ്മ എന്നെ വിളിക്കാണ്ട്. പോയി കുടിക്കാൻ ചായ. ചായ കുടിക്ക്. ഇന്ന് ചെക്കൻ എങ്ങനെയാണെങ്കിൽ ഈശ്വര. മനു, എത്ര നേരമാണ് നിന്നെ വിളിക്കുന്നത്? ഫോണും കൊണ്ടാ? എനിക്ക് പപ്പേനൊന്ന് വിളിക്കാനുണ്ട്. രാവിലെ സ്കൂളിൽ പോവാൻ എത്ര വിളിച്ചാലും എണീക്കുകയോ ഇല്ല. രാത്രി ഇങ്ങനെ കഴിച്ചിട്ട് ഫോണും കൊണ്ടാ? ഹലോ, നിങ്ങൾ എപ്പോ എത്തുക? ഞാൻ രാവിലത്തെ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടുവിടോ. മനു ഇന്നും ഫോണിന് ഭയങ്കര വാശിയായിരുന്നു. ഭക്ഷണം പോലും മര്യാദക്ക് കഴിച്ചിട്ടില്ല. ഇങ്ങനെ പോയി എന്താ ചെയ്യാ? എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ തന്നെയല്ലേ? ഇതെല്ലാം എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമല്ലേ? നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല. ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തന്നെ ഞാൻ അടി ഉണ്ടാക്കിയിട്ടാ ഫോൺ വാങ്ങിയത്. നിങ്ങൾ ഇങ്ങ് വാ, നമുക്ക് ഇവൻ ആരെങ്കിലും ഒന്ന് കാണിക്കണം. ഇനി ഫോൺ വെക്ക്, ഞാൻ രാവിലെ എത്തും. ബാക്കിയെല്ലാം എൻ്റെ നേരിട്ട് പറയാം. നിങ്ങൾ രാവിലെ തന്നെ എത്തണേ. എനക്കെന്തോ പേടിയാവുന്നു. എന്ത് തെറ്റാണ് നിന്റെ അമ്മ എന്നോട് ചെയ്തത്?
എന്നാലും നീ കൊന്നു കളഞ്ഞല്ലോടാ. സോറി. പപ്പ ഈ നശിച്ച ഫോൺ കാരണം ഞാനിങ്ങനെ ആയത്. സോറി പപ്പ, സോറി പപ്പ, പപ്പ സോറി പപ്പ. മോനെ മനു, മനു, എടാ മനു, മനു.